ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു അക്കൗണ്ടിക്ക് സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കാണുന്നാലോ? ഓക്കെ, ശരി. അപ്പോൾ ഗൈസ്, നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് ബീക്കറാണ്. ഒരു ബിഗ് മെഷറിംഗ് ബീക്കറും അതിനോടൊപ്പം തന്നെ ഒരു അക്വാട്ടിക് ഫ്രാഗ്രൻസും ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ബ്ലൂ ഫുഡ് കളറും വുഡൻ സ്പൂണ്, ഡ്രോപ്പർ, പിന്നെ ഇതാണ് നമ്മളെ സോപ്പ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സോപ്പിന് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ആവശ്യമുള്ള ഷേപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേറെ ഷേപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ ബിഗ് മെഷറിംഗ് ബേക്കറും അതുപോലെ സോപ്പ് ബേസുമാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് ഇതിൽ ശകലം സോപ്പ് ബേസ് ഇട്ടിട്ട് നമ്മൾ ഇത് ഓവനിൽ വെച്ച് ചൂടാക്കണം. അത് 20 സെക്കൻഡാണ് ചൂടാക്കാം. അപ്പോൾ നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഓവനിൽ വെച്ച് ചൂടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ശകലം ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് ശകലം ഫുഡ് കളർ ആഡ് ചെയ്യാം. എല്ലാം പെട്ടെന്നായിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതായിപ്പോവും. അങ്ങനെ ഫുഡ് കളർ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്ത വരുന്ന അക്വാട്ടിക് ഫ്രാഗ്രൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു ശകലം മതി, ഒരുപാടായി പോകരുത്. എന്നിട്ട് അത് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് നേരെ ഇതങ്ങ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഉണക്കാൻ വെച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സ്മൂത്തായിട്ട് ഇങ്ങനെ പതുക്കെ എടുത്ത് നോക്കുമ്പോൾ ഗൈസ് എന്താ ഈ ഷേപ്പായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഷേപ്സൊക്കെ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീണ്ടും കൂടെ ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക.